നമസ്കാരം. ICC ഏകദിന വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ നരേന്ദ്രമോദി ആദരിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ 7 ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രിയും വനിതാ താരങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയത്. രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി മോദിക്ക് നമോ എന്ന് രേഖപ്പെടുത്തിയ ജേഴ്സി സമ്മാനമായി നൽകി. ലോകകപ്പിന്റെ പ്രയാസങ്ങൾ നിറഞ്ഞ തുടക്കത്തിന് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം പ്രകടിപ്പിച്ച മനക്കരുത്തും അതോടൊപ്പം തന്നെ സ്ഥിരോത്സാഹവും അഭിനന്ദാർഹമാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷമുള്ള ടീമിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇത് പ്രതിരോധ ശേഷിയുടെയും മികച്ച ടീം വർക്കിന്റെയും പാഠമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഹർമൻപ്രീത് കൗർ നയിച്ച ഇന്ത്യൻ ടീം കന്നി കിരീടം സ്വന്തമാക്കിയത്. വിജയത്തിന് ടീമിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി തുടർച്ചയായ 3 തോൽവികൾക്കും സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾക്കു ശേഷം ടീം നടത്തിയ ഉജ്ജ്വലമായ തിരിച്ചുവരവിനെ പ്രത്യേകം പ്രശംസ അറിയിക്കുകയും ചെയ്തു. 2017 കപ്പില്ലാതെയാണ് പ്രധാനമന്ത്രിയെ കണ്ടുമുട്ടിയത് എന്നാണ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കപ്പുമായി കണ്ടുമുട്ടി. ഇതേ രീതിയിൽ ഇനിയും കപ്പുമായി പ്രധാനമന്ത്രിയെ കാണാൻ കഴിയട്ടെ എന്നും ഹർമൻപ്രീത് കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശിയായ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന പ്രധാനമന്ത്രി തങ്ങൾക്കെല്ലാം പ്രചോദനവും അതോടൊപ്പം തന്നെ പ്രചോദന സ്രോതസ്സുമാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. എല്ലാ മേഖലകളിലും രാജ്യത്തെ പെൺകുട്ടികൾ ഇന്ന് മുന്നേറുന്നത് പ്രധാനമന്ത്രി കാരണമാണെന്നും സ്മൃതി മന്ദാന കൂട്ടിച്ചേർത്തു. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നേടിയ ദീപ്തി ശർമ്മ പ്രധാനമന്ത്രിയെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. 2017 കൂടിക്കാഴ്ചയിൽ കഠിനാധ്വാനം തുടർന്നാൽ സ്വപ്നം നേടാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ദീപ്തി ശർമ്മ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിന് എതിരെയുള്ള ഹർലൈൻ ഡിയോളിന്റെ പ്രസിദ്ധമായ ക്യാച്ച് പ്രധാനമന്ത്രി ഓർത്തെടുത്തു. അന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു. ഫൈനൽ മത്സരത്തിന് ശേഷം പന്ത് ഹർമൻപ്രീത് കൗർ കൈക്കലാക്കിയതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ താൻ ഭാഗ്യവതി ആയതുകൊണ്ടാണ് പന്ത് കയ്യിൽ കിട്ടിയതെന്നും അത് സൂക്ഷിച്ചുവെന്നും അവർ പ്രതികരിച്ചു. കൈപ്പിഴവുകൾക്കൊടുവിൽ അമൻജോത് കൗർ എടുത്ത പ്രസിദ്ധമായ ക്യാച്ചിനെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. ക്യാച്ച് എടുക്കുമ്പോൾ പന്തിലായിരിക്കും കണ്ണ്, എന്നാൽ ക്യാച്ചിന് ശേഷം അത് ട്രോഫിയിലായിരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തന്റെ സഹോദരൻ പ്രധാനമന്ത്രിയുടെ വലിയ ആരാധകനാണെന്ന് ക്രാന്തി ഗ്രൗഡ് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവരോട് കാണാൻ വരാൻ പറയൂ എന്നാണ് പ്രധാനമന്ത്രി ഒരു ക്ഷണം നൽകുകയും ചെയ്തു. ഫിറ്റ് ഇന്ത്യ എന്ന സന്ദേശം പ്രത്യേകിച്ച് രാജ്യത്തെ പെൺകുട്ടികൾക്കിടയിൽ എത്തിക്കാൻ പ്രധാനമന്ത്രി താരങ്ങളോട് ആവശ്യപ്പെട്ടു. വർദ്ധിക്കുന്ന അമിതവണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത അദ്ദേഹം ശരീരക്ഷമതയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. കൂടാതെ രാജ്യത്തെ യുവ മനസ്സുകൾക്ക് പ്രചോദനം നൽകാനായി സ്കൂളുകളിൽ പോയി അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം താരങ്ങളോട് നിർദ്ദേശം നൽകി. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയെ പ്രതിനിധീകരിച്ച് ഹെഡ് കോച്ച് അമോൽ മന്ദാർ, BCCI പ്രസിഡന്റ് മിഥുൻ മഹനാസ് എന്നിവരുൾപ്പെടെ മോദിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.